എന്തായാലും കൊച്ചി CBI കോടതി ഇന്ന് ഈ രാഷ്ട്രീയ കേരളത്തിനും നിർണായകമായി വിധി പ്രസ്താവിക്കാൻ പോവുകയാണ്. 2019 ഫെബ്രുവരി 17 രാത്രി 7:30യോടെയായിരുന്നു നാടിനെ നടുക്കിയ ഈ ഇരട്ട കൊലപാതകം. റിപ്പോർട്ടിലേക്ക്. പെരിയ കല്യോട്ട ചിതറിത്തെറിച്ച ചുടുചോരയ്ക്ക് നടുവിൽ വിറങ്ങലിച്ചങ്ങനെ നിൽക്കുകയാണ് ഇപ്പോഴും രാഷ്ട്രീയ കേരളം. അന്ന് വെട്ടേറ്റ് വീണത് രണ്ട് സുഹൃത്തുക്കൾ, കൃപേഷും ശരത്ലാലും. അന്വേഷണവും വിചാരണയും ഒക്കെയായി 5 വർഷങ്ങൾക്കിപ്പുറം ഇന്നാണ് ആ വിധി ദിനം. 2019 ഫെബ്രുവരി 17 രാത്രി 7:45 കല്യോട്ടെ PV കൃഷ്ണന്റെ മകൻ കൃപേഷ്, PK സത്യനാരായണന്റെ മകൻ ശരത്ലാൽ എന്നിവരെ കല്യോട്ട സ്കൂൾ ഏച്ചിലടക്കം റോഡിൽ ഒരു സംഘം ആളുകൾ തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്തി. 2019 ഫെബ്രുവരി 18 CPIM പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം A പീതാംബരൻ, സുഹൃത്തും സഹായിയുമായ CJ സജി എന്നിവർ അറസ്റ്റിൽ. പിന്നാലെ പീതാംബരനെ പാർട്ടി പുറത്താക്കി. 2019 ഫെബ്രുവരി 21 കേസ് CBIക്ക് വിടണമെന്ന ആവശ്യം ശക്തം. എന്നാൽ സംസ്ഥാന സർക്കാർ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. 2019 മാർച്ച് 2 അന്വേഷണ സംഘത്തലവനായ SP VM മുഹമ്മദ് റഫീഖിനെ തിരിച്ചയച്ചു. പിന്നാലെ സംഘത്തിലെ DYSPക്കും CIമാർക്കും മാറ്റം. പ്രതികളെന്ന് കണ്ടെത്തിയവർക്ക് പുറമെ മറ്റ് പലരിലേക്കും അന്വേഷണം എത്തുന്നുവെന്ന സൂചനകൾക്കിടെയായിരുന്നു അഴിച്ചുപണി. അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു എന്ന സംശയം ശക്തമായതിനു പിന്നാലെ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും മാതാപിതാക്കൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. അപകടം മണത്ത സർക്കാർ നടപടികൾ വേഗത്തിലാക്കി. 2019 മെയ് 14 CPIM ഉദുമ ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ K മണികണ്ഠൻ, പെരിയ ലോക്കൽ സെക്രട്ടറി N ബാലകൃഷ്ണൻ എന്നിവരെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. 2019 മെയ് 20 ക്രൈംബ്രാഞ്ച് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. ആകെ 14 പ്രതികൾ. മുഴുവൻ പ്രതികൾക്കും CPIM ബന്ധം. എന്നാൽ സർക്കാർ വിചാരിച്ചെടുത്ത കാര്യങ്ങൾ നിന്നില്ല. 2019 സെപ്റ്റംബർ 30 ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കേസ് CBIക്ക് വിട്ടു. ഒക്ടോബർ 29 സർക്കാർ ഇതിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയെങ്കിലും 2020 ഓഗസ്റ്റ് 25 അപ്പീൽ തള്ളി. 2020 സെപ്റ്റംബർ 12 CBI അന്വേഷണത്തെ എതിർത്ത് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ. തടസ്സ ഹർജിയുമായി കൊല്ലപ്പെട്ട യുവാക്കളുടെ മാതാപിതാക്കളും. 2020 ഡിസംബർ 1 സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ സുപ്രീം കോടതിയും തള്ളി. പിന്നാലെ അന്വേഷണം CBI ഏറ്റെടുത്തു. 2021 ഡിസംബർ 3 KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവരെ CBI അറസ്റ്റ് ചെയ്തു. ആകെ 24 പേരെ പ്രതി ചേർത്ത് CBI അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം നൽകി. 2023 ഫെബ്രുവരി 2 കൊച്ചി CBI കോടതിയിൽ കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിച്ചു. 2024 ഡിസംബർ 23 നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിധി പ്രസ്താവത്തിനായി കേസ് മാറ്റി. പെരിയയിലെ വിധിയോടെ രാഷ്ട്രീയ ചോരക്കളിക്ക് അറുതിയാകുമെന്ന് കരുതുക വയ്യ. അതിനിയും കൊന്നും കൊല്ലിച്ചും നിർബാധം തുടരുക തന്നെ ചെയ്യും. പാർട്ടികൾക്ക് രക്തസാക്ഷികളെ കിട്ടുമ്പോൾ അനാഥമാകുന്നത് അനേകം കുടുംബങ്ങളാണ്. എസ് ശ്രീകാന്ത്, 24 കൊച്ചി.